വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഒരിക്കൽ ഒരു പള്ളിയിൽ അച്ഛനും കൊച്ചമ്മയും കൂടി പരിഭവം പറയുക. അവർ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പറയുകയാണ്. ഒത്തിരി വിഷയങ്ങൾ ഞാൻ പങ്കിട്ടു. അതിൽ കൊച്ചമ്മ ഒരു അഭിപ്രായം പറഞ്ഞു. അച്ചായൻ്റെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ പള്ളിയിലെ ടോം എന്ന് പറയുന്ന ആ പഴയ മുൻകാല ഡീക്കനുണ്ടല്ലോ, അയാൾ എപ്പോഴും ഉറക്കം. പലപ്പോഴൊക്കെ ആ ഉറക്കം കാരണം ഞങ്ങൾക്ക് കൂടി വചനം കേൾക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോകുന്നുണ്ട്. ഇച്ചാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇച്ചാൻ നല്ല പ്രസംഗം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അതൊക്കെ കൊള്ളാം, പക്ഷെ അദ്ദേഹത്തിന് ഉറക്കം മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അച്ഛനോട് കൊച്ചമ്മ പറഞ്ഞു. ശരിയടി, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ ആരാധന നയിക്കുവാനായിട്ട് തുടങ്ങി. അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, ഈ പഴയ മുൻകാല ഡീക്കൻ ടോം അദ്ദേഹം നല്ല ഉറക്കമാണ്, നല്ല ഉറക്കം. അതുകൊണ്ട് അദ്ദേഹം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒഴികെ എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ അച്ഛന് മനസ്സിലായി ഈ ടോം എന്ന ഡീക്കൻ കേട്ടിട്ടില്ല എന്നാണ്. അടുത്ത് എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു, സാവധാനം ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. നരകത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ മുൻകാല ഡീക്കട്ടോ കേട്ടത് എഴുന്നേൽക്കുക എന്ന വാക്ക് മാത്രം കേട്ടു. ചാടി എഴുന്നേറ്റു. അപ്പോഴെല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും നോക്കിയപ്പോൾ മനസ്സിലായി എന്തോ തനിക്ക് അങ്ങോട്ട് പറ്റിയത്. അച്ഛൻ പറഞ്ഞു, താങ്കൾ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഡീക്കന് മനസ്സിലായി അച്ഛൻ ചോദിച്ചത് അതായിരുന്നു, കേട്ടത് പകുതി മാത്രം. അതുകൊണ്ട് പകുതി കേട്ടാൽ പ്രശ്നമാണ്, ഉറങ്ങരുത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളാണ് നിങ്ങളോട് വായിച്ചു കേട്ടതെങ്കിൽ അതിനെ തുടർന്നും മുൻപും പിൻപുമുള്ള ചിന്തകളിൽ നിന്ന് ചിലത് അടർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു ചിന്താ വിഷയമാണ് നാം ഇന്നിവിടെ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ചിന്താ വിഷയം ഇതാണ്, ഐ ആം ദ ഡോർ, ഞാൻ വാതിൽ ആകുന്നു എന്ന്. യോഹന്നാൻ 10-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാട്ടെ. ഇന്നത്തെ ചിന്തകൾക്ക് ആധികാരികത തരുന്ന വചനം അതാണ്. അതെ, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ്. പ്രിയരെ, ഈ വാതിൽ എന്ന സങ്കല്പത്തെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. പാലസ്തീൻ നാടുകളിൽ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം അനുസരിച്ച് ആടുകളെ വെളിം പ്രദേശത്ത് പരിപാലിക്കുക, മേയ്ക്കുവാൻ കൊണ്ടുപോവുക എന്നത് അവിടുത്തെ ഒരു രീതിയാണ്. ആടുകളെ മേയ്ച്ചതിനു ശേഷം വൈകുന്നേരങ്ങളിൽ അവയെ ഒരിടത്തായി ഇങ്ങനെ റൗണ്ടായിട്ട് അതിനെ കിടത്തും. എല്ലാ ആടുകളെയും കൊണ്ടുവന്നതിന് ശേഷം റൗണ്ടായി അതിനെ നിർത്തിയിട്ട് അതിന് നടുവിൽ അതിനെ ആട്ടിടയൻ കിടക്കും. ആട്ടിടയന്റെ ശബ്ദമോ ആട്ടിടയന്റെ ഇടപെടലോ ഇല്ലാതെ ആടുകൾക്ക് അനങ്ങുവാനായിട്ട് സാധ്യമല്ല. അതായത് അതിന്റെ നടുവിൽ കിടക്കുന്ന ഇടയൻ പറയണം എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം എന്ന് കേൾക്കുവാനായിട്ട് ആടുകൾ കാതോർപ്പിച്ച് ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ആടുകൾക്കറിയാം, ഞങ്ങൾക്ക് അടുത്തിനി പോകണമെങ്കിലും എന്തു ചെയ്യണമെങ്കിലും വഴി ഈ ഇടയൻ മാത്രമാണ്. ഇടയൻ പറഞ്ഞാലേ ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഇടയൻ വഴി കാട്ടിയാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ആടുകൾക്ക് അവയുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോകുവാനുള്ള ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ വാതിലും എന്ന് പറയുന്നത് ഈ ഇടയൻ എന്നതുപോലെ തന്നെ നാം ആകുന്ന ആടുകളുടെ വാതിൽ എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്ന് ഇന്നിപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം പറയും, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന്. അപ്പോൾ മനസ്സിലാക്കുക, ഇടയനില്ലാതെ ആടുകൾക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. ഇടയനില്ലാതെ ആടുകൾക്ക് ജീവിക്കുവാനോ ക്രമമായി ജീവിതം ക്രമപ്പെടുത്തുവാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം ശുഷ്കമായി പോകും എന്ന് വേദഭാഗങ്ങൾ ഇവിടെ പറയുകയാണ്. ഇപ്പോൾ വാതിലാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. വാതിൽ. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ മനോഹരമായ വാതിലുകൾ, വളരെ വില കൂടിയതും കുറഞ്ഞതുമായ വാതിലുകളൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ഭവനങ്ങൾ അലങ്കരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഭവനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വീടിന് വാതിൽ വളരെ വളരെ വിലപ്പെട്ടതാണ്. കള്ളനിൽ നിന്നും നമ്മുടെ ഭവനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭവനത്തിന്റെ ഒരു ക്രമത്തിന് വേണ്ടി വാതിൽ നാം ക്രമമായി വെച്ചിരിക്കുന്നു. വാതിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുമോ? ഉറക്കം വരത്തില്ല.
നമുക്ക് തോന്നും നമ്മുടെ ആഭരണങ്ങൾ, നമ്മുടെ പണം, നമ്മുടെ കുടുംബം ഒന്നും സുരക്ഷിതമല്ല, കള്ളൻ കൊണ്ടുപോകും എന്ന്. എത്ര വലിയ വാതിലുണ്ടെങ്കിലും കള്ളൻ കൊണ്ടുപോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഡിജിറ്റൽ കള്ളന്മാരാണ് ഇന്നത്തെ കള്ളന്മാർ. എന്നിരുന്നാലും നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച്, നമ്മുടെ ആശയം അനുസരിച്ച് വാതിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ സുരക്ഷിതം എന്ന് പറയുന്നത് അതിനകത്ത് വാതിലുണ്ട്. നമ്മുടെ വാതിൽ യേശു കർത്താവാകുന്നു. ഹല്ലേലൂയ. ആ യേശുവിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പറയുന്നു, എന്നിലൂടെ കടക്കുന്നവൻ, ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എവിടെ പോകണമെന്നാണ്? ദൈവരാജ്യത്തിൽ പോകണമെന്നാണ്. അതിനാണ് ഈ കൂട്ടായ്മയിൽ നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. സഭയിൽ കൂട്ടമായിട്ട് കൂടുന്നത്, എനിക്കും പോകണം ദൈവരാജ്യത്തിൽ, എനിക്കും പോകണം ദൈവരാജ്യത്തിൽ. ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അല്ലാതെ മറ്റൊരു ഏജൻസി നമുക്കിനിയില്ല. ക്രിസ്തു മാത്രമേ ആ ടിക്കറ്റ് തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാതിൽ തുറക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നാം കടന്നു വരണം. ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായും ക്രിസ്തു നമ്മെ ചേർത്തുകൊള്ളും, വാതിൽ നമുക്കായി തുറക്കുമെന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ദൈവരാജ്യത്തിൽ പോകുവാൻ ഏക വഴി ഞാൻ മാത്രമാണ്, ഞാൻ മാത്രമാണ്. ഇന്ന് ദൈവരാജ്യത്തിൽ പോകുവാനും നന്മ പ്രാപിക്കുവാൻ വേണ്ടി പലരും പല ഉപായങ്ങൾ തേടുന്നവരായിട്ടാണ് ഞാൻ കാണുന്നത്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിനെ ആരാധിക്കണം, ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ച് പള്ളിയിൽ ഉപവാസം, പള്ളിയിൽ എല്ലാ കാര്യവും ചെയ്യുമ്പോഴും മറ്റു പലതിൻ്റെയും പുറകെ പോകുന്ന പലരെയും കുറിച്ച് ഞാൻ കഴിഞ്ഞ നാളുകളിലൂടെ പറഞ്ഞിട്ടില്ലേ? ഒത്തിരി പേരെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ. എന്ത് ആത്മീയതയാണ് അല്ലേ? എന്ത് ആത്മീയതയാണ്! അപ്പൊ എല്ലാവരുടെ ആത്മീയതയിൽ ഒരുപാട് വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ വാതിലാണ്. ആ വാതിൽ പ്രവേശിക്കണമെങ്കിൽ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. ഒരുക്കപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകുവാനായിട്ട് സാധ്യമല്ല. എഫെസ്യർ 2:18 പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം പിതാവിലേക്ക് പ്രവേശനം ഉണ്ട് എന്ന്. അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം പിതാവിലേക്ക് പ്രവേശനം ഉണ്ട് എന്ന്. നമ്മളെല്ലാവരും വഴി തേടുന്നവരാണ്. ദൈവരാജ്യം അവകാശമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒരുക്കപ്പെടണമെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. അത് ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. തെറ്റായ ജീവിത ശൈലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എടുത്ത് പുറത്ത് കളയണം. നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും നമ്മൾ ദൈവത്തിന്റെ ഭാഗത്ത് വരണം. ആത്മീയരായി ജീവിക്കണം, ദൈവഭക്തിയുള്ളവരായി ജീവിക്കണം. ദൈവരാജ്യം നിങ്ങൾക്ക് കർത്താവ് അവകാശമാക്കും. സാൽവേഷൻ നോട്ട് എ സ്ലേവറി എന്നാണ് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് അടിമത്തമല്ല, അതൊരു സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് സമൃദ്ധിയായ ജീവനാണ്. അത് പ്രാപിക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടാകണം. ആ സ്വാതന്ത്ര്യം, സമൃദ്ധിയായ ജീവനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഒരുക്കമുണ്ടാകണം. മത്തായി 7:13-14 വാക്യങ്ങളൊക്കെ അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, വാതിലിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം, വാതിൽ ഒരു നിയന്ത്രണത്തിന്റെ പ്രതീകമാണ് എന്നാണ്. എല്ലാറ്റിനും ഒരു ലിമിറ്റ്, എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുന്നതാണ് വാതിൽ, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നു, അവർ പുറത്തിറങ്ങി വീഴാതിരിക്കുവാൻ അമ്മയും മാതാപിതാക്കൾ എന്ത് ചെയ്യും? വാതിലെ കടച്ചിടും. മക്കൾ പുറത്തിറങ്ങണ്ട, ഇവിടെ അകത്ത് നിന്നാൽ മതി എന്ന് പറയുന്ന രീതി പോലെ വാതിൽ ഈസ് എ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ലിമിറ്ററാണ്, നമ്മെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് യേശു നമ്മളെ നിയന്ത്രിക്കും. നാം ചെയ്തുകൂടാത്തത് ചെയ്യരുത്, അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്തത് പോകരുത്, ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കരുത്. ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണമാണ് നമ്മുടെ വാതിലാകുന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കണം. അപ്പാ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങയുടെ ഹിതം എനിക്ക് നിറവേറ്റി തരണമേ, എന്നോട് പറയണമേ, എനിക്ക് പറയണമേ, ഞാൻ ഇത് ഭക്ഷിക്കാമോ, ഇത് ചെയ്യാമോ, ഇവിടെ പോകാമോ, അല്ലെങ്കിൽ എനിക്കൊരു നിയന്ത്രണം കർത്താവ് തരണമേ. നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും ഞാൻ ഓർപ്പെടുത്തുകയാണ്. അപ്പൊ നിയന്ത്രണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അർഹതയെ തിരിച്ചറിയണം. എന്തൊക്കെയാണ് അർഹിക്കുന്നത്, ഞാൻ എന്താണ് എനിക്ക് ആവശ്യമുള്ളത്, അത് നാം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. മാത്രമല്ല, എല്ലാം ദൈവത്താൽ എനിക്ക് സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വാതിലെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, കർത്താവേ, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എങ്കിലും ദൈവം എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ എനിക്കായി ഒരുക്കണമേ എന്ന് നാം ഈ സമയം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ വാതിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വാതിലൂടെ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൺട്രോളറായ ദൈവത്തോട് പറയണം, അപ്പാ, എന്നെ സംരക്ഷിക്കണമേ, അങ്ങയുടെ നിയമങ്ങളെ പാലിക്കുവാൻ എനിക്ക് അവസരങ്ങൾ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഒടുവിലായി, സാധ്യതകളുടെ പ്രതീകമാണ് ഈ വാതിൽ.
സാധ്യതകളുടെ പ്രതീകമാണ് ഈ വാതിൽ എന്ന് വചനം പഠിപ്പിക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരു പുതിയ വാതിൽ ദൈവം തുറക്കുകയാണ്. അല്ലെങ്കിൽ ഈ വാതിലെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും അടഞ്ഞു, നാളെയാണ് ഞാൻ ഇത്രയും ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുക്കാമെന്ന് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും എൻ്റെ ദൈവം തക്ക സമയത്ത് വാതിൽ തുറന്നു എന്ന്. വേറെ ഉള്ള ചെന്ന് മുട്ടരുതേ. മനുഷ്യന്മാർ നമ്മളെ പറ്റിക്കും. നമ്മുടെ പണം കണ്ട്, നമ്മുടെ പ്രശസ്തി കണ്ടുമാണ് നമ്മുടെ കൂടെ മറ്റെല്ലാവരും കൂടി ചേരുന്നത്. അതുകൊണ്ട് മതങ്ങളുടെ പുറകെ പോകരുത്, ഈ ലോകത്തിൻ്റെ പുറകെ പോകരുത്, യേശുവിൻ്റെ പുറകെ പോകണം. യേശുവാണ് വലിയവൻ. നിങ്ങളുടെ കഷ്ടങ്ങൾ മാറണമെങ്കിൽ, നിങ്ങളുടെ നഷ്ടങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ എല്ലാറ്റിനും മറുപടി യേശുവാകുന്ന വാതിലാണ്. ആ വാതിൽ മുട്ടണം. നിശ്ചയമായി ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ പറയാനുണ്ട്. അനുഭവങ്ങൾ ഈ തുടർന്ന ദിവസങ്ങൾ പറയാം. ഈ അനുഭവങ്ങളെല്ലാം ദൈവം നടത്തിയ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാനിടയായത്. ദൈവം പ്രവർത്തിക്കും. ഏത് വിഷയത്തിലെങ്കിലും ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാൽ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. കാലപ്പഴക്കം ഒരു പക്ഷെ നേരിട്ടേക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ ദൈവഭാഗത്ത് മുന്നോട്ട് നിന്നാൽ മതി. ദൈവം പുറകെ എല്ലാം നമുക്ക് തരും. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ പിന്തുടരും. ഞാൻ യഹോവയാലയത്തിൽ ദീർഘകാലം വസിക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം ദൈവരാജ്യം മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിന്, അതോടുകൂടി നിങ്ങൾക്ക് സകലത് കിട്ടുമെന്നും വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന് മുഖം നോക്കി ആ വാതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവം ബാക്കി പുറകെ എല്ലാം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ക്രിസ്തുവാകുന്ന വാതിലിനെ കുറിച്ചാണ്. ആ വാതിലിലേക്ക് കടന്നു വരുവാൻ, ആടുകളെ പോലെ ആ ഇടയിലെ ശബ്ദം കേൾക്കുവാൻ നമ്മെ ഇന്ന് ഈ വചന ശുശ്രൂഷയോട് വിളിക്കുകയാണ്. ഒത്തിരി പേരുടെ അനുഭവങ്ങളെ കേട്ടുവല്ലോ. ഇതെല്ലാം നമ്മെ ബലപ്പെടുത്തുകയാണ്. തളർന്നു പോകരുത്, ധൈര്യപ്പെടുവേൻ, കർത്താവ് കൂടെയുണ്ട് എന്ന ആഹ്വാന ചിന്തയാണ് ഇന്നത്തെ ഭവന ആരാധനയിലൂടെ ഇവിടെ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമൃദ്ധിയാൻ നന്മകൾ നൽകട്ടെ. എല്ലാവരും ആത്മീയമായി ബലപ്പെടുക. ഈ ലോകത്തിൽ എന്ത് നേടിയാലും അതൊന്നും കൊണ്ടുപോകത്തില്ല. ഇനി നിങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇട്ടാലും നമ്മുടെ മക്കൾ അടക്കാൻ നേരത്തിന് അതൊന്ന് ഊരിയെടുക്കും. 1.5 പവന്റെ മാലയാലും കമ്മല അതിട്ടുണ്ട് പോണ്ട, വേണമെങ്കിൽ സ്റ്റണ്ട് കിട്ടിയതല്ലേ, അത് ഇട്ടിട്ട് പറഞ്ഞിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങ് വലിയ വില കൊടുത്ത് ചിട്ടിയും കെട്ടി വട്ടിയും കെട്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കണൊക്കെ വാരിയിട്ടാലും അതുപോലും തന്നു വിടില്ല. ഒരു വെള്ളത്തുണി, അത് കണ്ടാൽ തന്നെ നമുക്ക് ആ വെള്ളത്തുണിയിൽ നമ്മളെ പൊതിഞ്ഞ് അങ്ങോട്ടേക്ക് എടുത്തരും. കൊറോണ സമയത്ത് എവിടേക്ക് ഇട്ടുവെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇതൊക്കെയാ സാഹചര്യം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പുറകെ പോകരുതേ, കർത്താവിന് പുറകെ പോകും. കർത്താവ് സമൃദ്ധിയായ നന്മ നമുക്ക് നൽകും. അപ്രകാരം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന നിമിത്തം ബലപ്പെടുക. കർത്താവ് കൂടെയുണ്ട്. കർത്താവിനടുക്കിലേക്ക്, ആ കർത്താവ് എന്ന വാദത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടുകയാണ്. ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ നമ്മോട് വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കല്ലായിരിക്കും ഹൃദയങ്ങളൊന്ന് ഉടച്ച് ഹൃദയം തുറന്നു കൊടുക്കണം. കർത്താവ് നമ്മിൽ നിന്ന് വസിക്കട്ടെ. നമ്മളടയ്ക്കാം, പ്രാർത്ഥിക്കാം.